LDC റിവിഷൻ 4ാമത്തെ ദിവസമാണെന്ന്. ഇന്ന് നമ്മൾ കെമിസ്ട്രി ഇന്ന് മൂലകങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോണത്. അത്യാവശ്യം ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റ്സും പഠിക്കുന്നുണ്ട്. നന്നായി ക്ലാസ് കണ്ട് പഠിക്കുക. അതിനുശേഷം നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ച് ഇഡിയംസും പിന്നെ എന്തും പഠിക്കുന്നുണ്ട്, കളക്റ്റീവ് നൗൺസും പഠിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് റിവിഷനുണ്ട്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച ശ്വസനത്തിൻ്റെയും പിന്നെ മലയാളത്തിൻ്റെയും റിവിഷൻ ലാസ്റ്റ് ഉണ്ട്, 10 മാർക്ക് റിവിഷൻ. എല്ലാവരും റിവിഷൻ അറ്റൻഡ് ചെയ്ത് മാർക്ക് വേണ്ടിയിട്ട് പോണേടെ എല്ലാവരും അറ്റൻഡ് ചെയ്യണം കേട്ടോ റിവിഷൻ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നോട്ട് വേണമെങ്കിൽ ഡെയിലി ടോപ്പിക്സ് റിവിഷൻ വേണമെന്നുണ്ടെങ്കിൽ, അതല്ല ഡെയിലി വർക്കൗട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. 20 രൂപയാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ചാർജ് ഒരു മാസത്തേക്ക്. ഓക്കെ, ഓരോ മാസത്തേക്കാണ് 20 രൂപ വരുന്നത്. ഓക്കെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് 20 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാകും. പിന്നെ നമുക്ക് ഓൺലൈൻ LDC ബാച്ച് ഉണ്ട്. അത് പെയ്ഡ് ബാച്ചാണ്. 600 രൂപയാണ് മന്ത്ലി ഫീസ് വരുന്നത്. ആഴ്ചയിൽ 6 ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവരും നല്ല വൃത്തിയായിട്ട് നോട്ട് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, ശരി. എടാ, മൂലകങ്ങളെ കുറിച്ചാണ് പഠിക്കണത്. മൂലകങ്ങൾ എന്താണ് മൂലകം എന്നറിയോ? മൂലകത്തിന് ഡെഫിനേഷൻ ചോദിച്ചാൽ എന്താ നീ പറയും? ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നവയും രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്തതുമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് എന്ത്? മൂലകങ്ങൾ. അതായത് ഒരേ തരം ആറ്റങ്ങൾ കൊണ്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? നിർമ്മിച്ചിരിക്കുന്നത്. രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഘടകങ്ങളാക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഒരു രാസപ്രവർത്തനം നടത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പിള്ളേരെ? ഘടകങ്ങളാക്കാൻ പറ്റില്ല. അപ്പൊ അത്ര സാധനങ്ങളെ പറയുന്ന പേരാണെന്ത്? മൂലകങ്ങൾ. അപ്പൊ എന്താണ് മൂലകങ്ങൾ? പറഞ്ഞേ. ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയും രാസപ്രവർത്തനത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ പറ്റാത്തതുമായ ശുദ്ധ പദാർത്ഥങ്ങളാണെന്ത്? മൂലകങ്ങൾ. ഓക്കെ, മൂലകത്തെ ഇംഗ്ലീഷ് എന്ന് പറയും പോലെ എലമെന്റ്സ് എന്ന് പറയും. മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? റോബർട്ട് ബോയിലാണ്. മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? റോബർട്ട് ബോയിലാണ്. എന്നാൽ മൂലകം എന്ന വാക്കിന് നിർവചനം നൽകിയത് ആരാ? റോബർട്ട് ബോയിൽ. ആരാണ്? റോബർട്ട് ബോയിൽ. മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചതും റോബർട്ട് ബോയിലാണ്. മൂലകം എന്ന വാക്കിന് നിർവചനം നൽകിയതും ആരാണ്? ആരാണ്? റോബർട്ട് ബോയിലാണ്. അപ്പൊ മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ച റോബർട്ട് ബോയില്, മൂലകം എന്ന വാക്കിന് നിർവചനം നൽകിയതും ആരാണ്? റോബർട്ട് ബോയിലാണ് കേട്ടോ. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ചത് ആരാ? മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ചത് ആരാ? പറ. ജോൺ ഡാൾട്ടൺ. വളരെ ജോൺ ഡാൾട്ടൺ. അപ്പൊ മൂലകങ്ങൾ ആറ്റങ്ങൾ നിർമ്മിതമാണെന്ന് തെളിയിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. അപ്പൊ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ? ഓക്കെ, 3 ചോദ്യം. 1, മൂലകങ്ങൾ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ? റോബർട്ട് ബോയില്. മൂലകം എന്ന പദത്തിന് നിർവചനം കൊടുത്തത് ആരാ? റോബർട്ട് ബോയില്. മൂലകങ്ങൾ ആറ്റങ്ങൾ നിർമ്മിതമാണെന്ന് തെളിയിച്ചത് ആരാ? ജോൺ ഡാൾട്ടൺ. അപ്പൊ ഒരേ ഇന ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയും രാസപ്രവർത്തനങ്ങളാൽ വിഘടിപ്പിക്കാൻ കഴിയാത്തതുമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് ഏത്? മൂലകങ്ങൾ. അപ്പൊ മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണോ? ആണ്. ഓക്കെ, മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? ബെർസീലിയസ്. ആരാണ്? ബെർസീലിയസ്. അപ്പൊ ബെർസീലിയസിന്റെ ചോദ്യം പറഞ്ഞേ. മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? ബെർസീലിയസ്. ആരാണ് പിള്ളേരെ? ബെർസീലിയസ്. പുതുതായി കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനം ഏതാണ്? IUPAC. അപ്പൊ പുതുതായി കണ്ടുപിടിക്കപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനമാണ് ഏത്? IUPAC. IUPACയുടെ പുനരൂപം എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ആണോ? 4 അല്ല, ഓഫ്. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ്. അപ്പൊ IUPACയുടെ പുനരൂപം ഒന്നുകൂടെ പറഞ്ഞ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഈ IUPAC രൂപം കൊണ്ട വർഷം അറിയാമോ? രൂപീകരിച്ച വർഷം 1919. IUPAC ഏത് വർഷമാണ് രൂപീകരിച്ചത്? 1919 IUPACയുടെ ആസ്ഥാനം എവിടെയാണ്? സൂറിച്ച്, സ്വിറ്റ്സർലാൻഡ്. എവിടെയാണ് ഉള്ളത്? സൂറിച്ച്, സ്വിറ്റ്സർലാൻഡ്. ഈ സൂറിച്ച് സ്വിറ്റ്സർലാൻഡ് തന്നെയാണ് ഫിഫയുടെ ആസ്ഥാനം കേട്ടോ. ഫിഫയുടെ ആസ്ഥാനം എവിടെയാണ്? സൂറിച്ച്, സ്വിറ്റ്സർലാൻഡ്. നമ്മുടെ ഫുട്ബോളിന്റെ കൈകാര്യം ചെയ്യുന്ന ഫിഫയുടെ
ആസ്ഥാനം എവിടെയാണ്? സൂററ്റ്, സ്വിറ്റ്സർലാൻഡ് ആണ്. IUPAC ആസ്ഥാനം എവിടെയാണ്? സൂററ്റ്, സ്വിറ്റ്സർലാൻഡ് ആണ്. IUPAC ഫോം ചെയ്ത വർഷം ഏതാണ്? 1919. ഇവിടെ 2016 IUPAC നാമകരണം ചെയ്ത മൂലകങ്ങളുണ്ട്. 2016 IUPAC നാമകരണം ചെയ്ത മൂലകങ്ങളാണ്: 1 നിഹോണിയം, ഏതാണ്? നിഹോണിയം. 2 മോസ്കോവിയം, 2 ഏതാണ്? മോസ്കോവിയം. 3 ടെന്നിസൺ, 4 ഒഗാനസോൺ, ഏതാണ്? ഒഗാനസോൺ. ഓക്കെ, പറ. നിഹോണിയം, 1 ഏതാണ്? നിഹോണിയം, മോസ്കോവിയം. നിഹോണിയം, മോസ്കോവിയം, ടെന്നിസനും ഒഗാനസോണും. ഓക്കെ, ടെന്നിസനും ഒഗാനസോണും കേട്ടോ. ഒഗാനസോൺ എന്നാണ്. ടെന്നിസൈൻ എന്നാണ്. ടെന്നിസൈൻ, ഒഗാനസോൺ. ഒന്ന് പറയാൻ പോണേ. നിഹോണിയം, മോസ്കോവിയം, ടെന്നിസൺ, ഓഗാനസോൺ. ടെന്നിസോണും ഒഗാനസോണും. ഓക്കെ, ടെന്നിസൈനും ഒഗാനസോണും. ഓക്കെ, അപ്പൊ അത് പഠിച്ചല്ലോ നിങ്ങൾ. ശരി, ഈ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്നറിയോ? ഭൂവൽക്കത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. ഏതാ പിള്ളേരെ? ഓക്സിജൻ. ഭൂവൽക്കത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. എത്ര ശതമാനം ഓക്സിജൻ ഉണ്ട്? 46.6% ഓക്സിജൻ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഭൂവൽക്കത്തിൽ എന്ന് വെച്ചാൽ എർത്തിന്റെ സർഫസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ എത്ര ശതമാനമുണ്ട്? 46.6% ഉണ്ട്. 46.6%. രണ്ടാം സ്ഥാനത്ത് ഏതാ? രണ്ടാം സ്ഥാനത്ത് അല്ലല്ല. ആർക്ക് പറയാ? പറ, എനിക്കറിയാം. അവിടെ നിന്ന് ഉത്തരം പറയും. സിലിക്കൺ, ഏതാണ്? സിലിക്കൺ. ഓക്കെ, രണ്ടാം സ്ഥാനത്ത് ഏതാണ് പിള്ളേരെ? സിലിക്കൺ. എത്ര ശതമാനം? 27.7%. സിലിക്കൺ എത്ര ശതമാനം പിള്ളേരെ? 27.7%. അപ്പൊ രണ്ടാം സ്ഥാനത്ത് ഏതാണ്? സിലിക്കൺ ആണ്. എത്ര ശതമാനമാണ്? 27.7%. 27.7%. മൂന്നാം സ്ഥാനത്ത് ഏതാ? അലുമിനിയം. മൂന്നാം സ്ഥാനത്ത് അലുമിനിയം എത്ര ശതമാനം? അലുമിനിയം 8.3%. എത്രയാണ് പിള്ളേരെ? 8.3%. അപ്പൊ ഏറ്റവും കൂടുതൽ ഏതാണ്? ഓക്സിജൻ. 46.6%. 46.6%. രണ്ടാം സ്ഥാനത്ത് ഏതാണ്? സിലിക്കൺ. എത്ര ശതമാനം? 27.7%. മൂന്നാം സ്ഥാനത്ത് ഏതാണ്? അലുമിനിയം. എത്ര ശതമാനം? 8.3%. 8.3%. നാലാം സ്ഥാനത്ത് പറയാവോ? ഏതാ? നാലാം സ്ഥാനത്ത് ഏതാണ്? ആർഗണല്ല. പക്ഷെ ആ പേരിലുണ്ട്. ആർഗണിലും ആ പേരിൽ ഉണ്ട് സാധനം. അയൺ. ഏതാണ്? അയൺ കേട്ടോ. അയൺ. ഓക്കെ, 5.1% കേട്ടാ. ആയും ഇണ്ണും ഇല്ലേ മോനെ? ഞാൻ അതാ ഉദ്ദേശിച്ചത് കേട്ടാ. ഓക്കെ, അപ്പൊ അയൺ എത്രയാണ്? അയൺ 5.1% കേട്ടോ. 5.1. എന്റെ കൂടെ എത്താൻ പറ്റണില്ലല്ലേ ഇങ്ങനത്തെ ഐഡിയ അല്ലേ? കിട്ടണില്ല, ചിന്തിക്കണം. ഓക്കെ, അയൺ ഏതാണ്? അയൺ 5.1% ഏതാണ് പിള്ളേരെ? അയണാണ്. ഏറ്റവും കുറവ്, അതായത് നാലാം സ്ഥാനത്ത് ഏതാ? ഏറ്റവും കുറവല്ലേ നാലാം സ്ഥാനത്ത്? നീ ഒന്നുണ്ട് നാലാം സ്ഥാനം പറ. അടുത്ത അഞ്ചാം സ്ഥാനം പറ. സൾഫർ അല്ല, നമ്മുടെ ബോഡിയിലുള്ളൊരു സാധനമാണ്. കാൽസ്യം. ഓക്കെ, കാൽസ്യം എത്ര ശതമാനം അറിയാവോ? അല്ല, 3.6%. 3.6%. ഓക്കെ, അപ്പൊ നമ്മുടെ ഭൂവൽക്കത്തിൽ, അതായത് നമ്മുടെ എർത്തിന്റെ സർഫസിൽ ഏറ്റവും കൂടുതൽ ഉള്ള 5 പഠിച്ചേ. ഒന്നാമത് ഏതാ? ഓക്സിജൻ. എത്രടാ? 46.6. രണ്ടാമത് ഏതാ? സിലിക്കൺ. എത്ര? 27.7. മൂന്നാമത് ഏതാ? അലുമിനിയം. എത്ര? 8.3. നാലാമത് അയൺ. എത്രയാണ് അയൺ? 5.1. അഞ്ചാമത് കാൽസ്യം. എത്രയാണ്? 3.6. കാൽസ്യം എത്രയാണ്? 3.6. എത്രയാണ്? പറ. 3.6. ഓക്കെ, അപ്പൊ നിങ്ങൾ ഭൂവൽക്കം പഠിച്ചു. നമുക്ക് അന്തരീക്ഷം നോക്കാം. അന്തരീക്ഷത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാ? ഏതാണ്ടാ? നൈട്രജൻ. എത്ര ശതമാനം? എല്ലാവർക്കും അറിയാം, 78%. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ് പിള്ളേരെ? നൈട്രജൻ. ഏതാണ്? നൈട്രജൻ. എത്ര ശതമാനം ഉണ്ട്? പറ. 78%. നൈട്രജൻ എത്ര ശതമാനം ഉണ്ട്? 78%. രണ്ടാമത് ഏതാ? ഓക്സിജൻ. എത്ര ശതമാനം ഉണ്ട്? 21%. ഓക്സിജൻ എത്ര ശതമാനം ഉണ്ട് പിള്ളേരെ? 21% ഉണ്ട്. മൂന്നാമത് ഏതാ? മൂന്നാമത് ആർഗൺ. ഏതാണ്? മൂന്നാമത് ആർഗൺ. എത്രയാണ്? 0.9%. 0.9%. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചലഞ്ച് വെക്കുകയാണ്. ഞാനിപ്പോൾ 8
മൂലകങ്ങളുടെ പേരും പറഞ്ഞു, അതിൻ്റെ ശതമാനമൊക്കെ പറഞ്ഞു, ഭൂവൽക്കത്തിലും അന്തരീക്ഷത്തിലുമായിട്ട്. ആർക്കെങ്കിലും ഞാൻ ചോദിച്ചാൽ അത് പറയാൻ പറ്റുമോ, ശതമാനം ഉൾപ്പെടെ പറ്റുമോ? അതിൽ താങ്കൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നോ? പറയാം. ഓക്കെ, അതിൽ മുന്നോട്ട് വരികയാണ്. ഓക്കെ, ശരി. ഭൂവൽക്കത്തിൽ ഒന്നാമത് ഏതാ? ഓക്സിജൻ എത്ര? 46.6. ഭൂവൽക്കത്തിൽ രണ്ടാമത് സിലിക്കൺ എത്ര? 27.7. മൂന്നാമത്തത് അലുമിനിയം എത്ര? അലുമിനിയം വരുമ്പോൾ 8.3. 8.3. നാലാമത് അയൺ എത്ര ശതമാനം? 5.1. ഓക്കെ. അഞ്ചാമത് കാൽസ്യം 3.6. ഓക്കെ. ഭൂവൽക്കം കൂടെ പറഞ്ഞാൽ താങ്കൾ വിജയിച്ചു. ഭൂവൽക്കമല്ല, അന്തരീക്ഷം കൂടെ പറഞ്ഞാൽ നൈട്രജൻ 78. ഓക്സിജൻ 21. ആർഗൺ 0.9. അയാൾ വിജയിച്ചിരിക്കുന്നു. ഒരു ശേഖരം കൊടുത്തേ. ഓക്കെ, ശരി. എന്നാലും നിങ്ങൾക്കും പറയാൻ പറ്റും, ഇത്രയേ ഉള്ളൂ. ഇവനെ കൊണ്ട് പറ്റുമെങ്കിൽ ആരെ കൊണ്ടും പറ്റും. ഓക്കെ, ശരി. ഓക്കെ, വെള്ളം കുടിച്ചു പോയില്ലേ? അടുത്ത് മൂലകവുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ് പിള്ളേരെ. വളരെ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, ആദ്യം ഫ്ലൂറിനുമായി ബന്ധപ്പെട്ട രോഗം ഏതാ? ഫ്ലൂറിനുമായി ബന്ധപ്പെട്ട രോഗമാണ് ഫ്ലൂറോസിസ്. ഏതാണ്? ഫ്ലൂറോസിസ്. ഫ്ലൂറിനുമായി ബന്ധപ്പെട്ട രോഗമാണ് ഫ്ലൂറോസിസ്. ഓക്കെ. സിലിക്കൺ പറയടാ. സിലിക്കണുമായി ബന്ധപ്പെട്ട രോഗമാണ് ഏത്? സിലിക്കോസിസ്. ഏതാണ്? സിലിക്കോസിസ്. അടുത്ത് മെർക്കുറി. അവിടെ മെർക്കുറിയോസിസ് പറയരുത്, മീനമാത. ഏതാണ്? മീനമാത. ഓക്കെ, മെർക്കുറിയുമായി ബന്ധപ്പെട്ട രോഗമാണ് ഏത്? മീനമാത. ഓക്കെ. ലെഡ് പ്ലംബിസം. ഏതാണ്? പ്ലംബിസം. സുദർശൻ ഇനി തെറ്റും, എനിക്കറിയാതെ. ഓക്കെ, ലെഡ് ഏതാണ്? പ്ലംബിസം. പ്ലംബിസം. കാഡ്മിയം ഇതായി. ഏതാണ് വളരെ? ഇതായി. ഓക്കെ, അപ്പൊ 5 പറ. ഫ്ലോറിൻ ഫ്ലൂറോസിസ്. സിലിക്കൺ സിലിക്കോസിസ്. സിലിക്കൺ ഏതാണ്? സിലിക്കോസിസ്. മെർക്കുറി മീനമാത. വളരെ മീനമാത. ലെഡ് പ്ലംബിസം. കാഡ്മിയം ഇതായി. കാഡ്മിയം വളരെ ഇതായി. ഓക്കെ. ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ പറ. അത് തന്നെ, വിൽസൺസ് രോഗം. ഏതാണ്? വിൽസൺസ് രോഗം കേട്ടോ. അപ്പൊ ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ ഏതാണ് രോഗം പിള്ളേരെ? വിൽസൺസ് രോഗം. ഏതാണ്? വിൽസൺസ് രോഗം. ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ പറ, ഒന്നിനെ പറ. വിൽസൺസ് രോഗം. ഏതാണ്? വിൽസൺസ് രോഗം. ഓക്കെ. പൊട്ടാസ്യം. ആരോ പറഞ്ഞോടാ? അതെന്നാ? ഹൈപ്പോകലേമിയ. ആടാ പറ. ഹൈപ്പോകലേമിയ. അല്ലേ പറയാം. ഹൈപ്പോകലേമിയ. വളരെ ഹൈപ്പോകലേമിയ. ഹൈപ്പോകലേമിയ. അപ്പം പൊട്ടാസ്യവുമായി ബന്ധപ്പെട്ട രോഗം പറഞ്ഞേ. ഹൈപ്പോകലേമിയ. ഏതാണ്? ഹൈപ്പോകലേമിയ. അടുത്ത ആഴ്സനിക്. ബ്ലാക്ക് ലങ് അല്ല, ബ്ലാക്ക് ഫൂട്ട് രോഗം കേട്ടോ. ആഴ്സനിക്കുമായി ബന്ധപ്പെട്ട രോഗമാണ് ഏത്? പറ. ബ്ലാക്ക് ഫൂട്ട് രോഗം കേട്ടോ. അപ്പൊ ആഴ്സനിക്കുമായി ബന്ധപ്പെട്ട രോഗം ഏതാണ്? ബ്ലാക്ക് ഫൂട്ട്. ഏതാണ്? ബ്ലാക്ക് ഫൂട്ട് രോഗം. ആഴ്സനിക്ക് പറയടാ മോനെ, പറ. ബ്ലാക്ക് ഫൂട്ട് രോഗം. അലുമിനിയം. ഇത് ആര് പറയുന്നത്? ഇത് എല്ലാവർക്കും അറിയാം. അൽഷിമേഴ്സ്. വീണ്ടും സുദർശനം തിരിച്ചെത്തിയിരിക്കുകയാണ്. അൽഷിമേഴ്സ്. അലുമിനിയം അൽഷിമേഴ്സ്. അലുമിനിയം അൽഷിമേഴ്സ്. ഓക്കെ. അടുത്ത് നൈട്രേറ്റ്. രോഗത്തിന്റെ പേരിൽ ഒരു കുഞ്ഞുണ്ട്. ബേബി. നൈട്രേറ്റ്. ബ്ലൂ ബേബി സിൻഡ്രോം. ജോബിന് സ്കോർ ചെയ്തിരിക്കുകയാണ്. ബ്ലൂ ബേബി സിൻഡ്രോം. ഏതാണ്? ബ്ലൂ ബേബി സിൻഡ്രോം. നൈട്രേറ്റ് ആണ് പിള്ളേരെ ബ്ലൂ ബേബി സിൻഡ്രോം കേട്ടാ. എന്താടാ കോഡ്? നിന്നെ വെച്ചിട്ടാണോ ഈ നൈട്രേറ്റ് ബ്ലൂ ബേബി കോഡ്? എന്താടാ നീ ബേബിയാണെന്ന് പറഞ്ഞ? രാത്രി നൈറ്റ് ബേബി വിളിക്കുന്നത്. ശരിയാണ്, നൈറ്റ് ബേബി. നൈറ്റ് ബേബി വിളിച്ചിട്ട് കൂടുന്നുണ്ട്. ശരി, പറ. ഫ്ലൂറിൻ ഫ്ലൂറോസിസ്. സിലിക്കോസിസ്. ഓക്കെ. മെർക്കുറി മീനമാത. ലെഡ് പ്ലംബിസം. ഓക്കെ. കാഡ്മിയം. നമ്മൾ അതൊക്കെ ഓർത്തേക്ക് എളുപ്പമുണ്ട്. നമ്മളിപ്പോൾ വല്ല കഴിച്ചോണ്ടിരിക്കുക, വല്ല മാങ്ങ വല്ലതും കഴിച്ചിട്ടുണ്ടെങ്കിൽ സമയത്ത് എനിക്കിടുത്താടാ. അപ്പോൾ ഇന്ന കടിച്ചിട്ട് ഇതാ കടിച്ചിട്ട് താ എന്ന് പറഞ്ഞു നോക്കി. ഇതാ കടിച്ചിട്ട് താ. ഇതാ കടി. ഓക്കെ. പഠിക്കാതിരിക്കുന്നേ. ഇതാ കടി. ഓക്കെ. അപ്പൊ ഇതാ കടി എന്ന് ഓർത്താ കേട്ടോ. അപ്പൊ ഇതായി
കാഡ്മിയം കാഡ്മിയം ഓക്കെ ഇതായി കാഡ്മിയം ചെമ്പ് വിൽസൺസ് രോഗം എന്താണ് വിൽസൺസ് രോഗം വിൽസണ് ചെമ്പ് കച്ചവടം ഓർത്ത് വെച്ചിരുന്നാൽ മതി വിൽസണ് ചെമ്പ് കച്ചവടം ഓക്കെ വിൽസണ് ചെമ്പ് കച്ചവടം കേട്ടോ അപ്പൊ വിൽസൺസ് ഇല്ലല്ല വിൽസൺസ് എന്താണ് ചെമ്പ് ഓക്കെ പൊട്ടാസ്യം കലാമിയ ഹൈപ്പോ കലേമിയ ഓക്കെ ആഴ്സനിക് ബ്ലാക്ക് ഫൂട്ട് രോഗം അലുമിനിയം അൾഷിമേഴ്സ് നൈട്രേറ്റ് ബ്ലൂ ബേബി സിൻഡ്രോം ജോബിന് ചോർത്താതെ ജോബിൻ നൈറ്റ് ബേബി വിളിക്കുന്ന നടത്താതെ കേട്ടോ നൈട്രേറ്റ് ബ്ലൂ ബേബി സിൻഡ്രോം ബേബി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാമുകി അല്ലേടാ കുഞ്ഞ അത് നീയേ കുഞ്ഞ് നിനക്ക് കുഞ്ഞാ ശരി അപ്പൊ ഇതാരാ ചലഞ്ച് ഏറ്റെടുക്കാൻ പോണത് ഈ രോഗങ്ങൾ പറഞ്ഞ് ആരാ ചലഞ്ച് ഏറ്റെടുക്കാൻ പോണത് സുദർശൻ അത് ശ്രമിക്കുന്നോ സുദർശൻ ഇതൊക്കെ പൂ പറിക്കുമ്പോൾ നിസ്സാരമായ കാര്യമാണ് എനിക്കറിയാം ഓക്കെ സുദർശൻ പറയാം ഫ്ലൂറോസിസ് സിലിക്കോസിസ് മെർക്കുറി മീനമാത ലെഡ് പ്ലംബിസം ഓക്കെ കാഡ്മിയം ഇതായി ചെമ്പ് വിൽസൺസ് രോഗം പൊട്ടാസ്യം ഹൈപ്പോകലേമിയ ആഴ്സനിക് ബ്ലാക്ക് ഫൂട്ട് ഓക്കെ അലുമിനിയം നൈട്രേറ്റ് ബ്ലൂ ബേബി സിൻഡ്രോം ഓക്കെ ശരി ഈ ആഴ്സനിക്കിൻ്റെ അഴുക്ക് പറ്റിയിട്ട് കാലൊക്കെ കറുത്തിരിക്കൂലേ അഴുക്ക് പറ്റി ബ്ലാക്ക് ഫൂട്ടായി നടത്താതെ കേട്ടോ അഴുക്ക് പറ്റിയിട്ട് ബ്ലാക്ക് ഫൂട്ടായി നടത്താതെ കേട്ടോ അപ്പോൾ ഷൂ ഒക്കെ ഇട്ടിവിടെ പോയിടേ അഴുക്ക് പറ്റിയിട്ട് എന്തായാലും നടത്താതെ ബ്ലാക്ക് ഫൂട്ടായ നടത്താതെ ഓക്കെ എൻ്റെ ബ്ലാക്ക് ഫൂട്ടായ ഇവിടെ മൊത്തം പൊടിയാണ് ഇവിടെ മൊത്തം നിന്റെ പിടിപ്പുകളാണ് ഈ സ്ഥാപനം ഇങ്ങനെ നശിക്കാൻ കാരണം കേട്ടോ പൊടി കാരണം നിന്റെ കുറ്റം തന്നെ ശരി അപ്പോൾ ഇപ്പോൾ ഇത്ര മനസ്സിലായ ഓക്കെ അപ്പോൾ ആ ചോദ്യം ചോദിക്കണം തുറക്കാൻ മുതൽ അവിടെ ഷമീം എന്താണ് മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങൾ അപ്പോൾ ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിക്കാൻ പറ്റാത്തതുമായ ശുദ്ധ പദാർത്ഥങ്ങളാണെന്ന് മൂലകങ്ങൾ ഓക്കെ സുവിനെ മൂലകം എന്ന വാക്ക് ആദ്യം നിർദ്ദേശിച്ചാരാ റോബർട്ട് ബോയിൽ ഓക്കെ മൂലകം എന്ന വാക്കിൽ നിർവചനം കൊടുത്താരാ ഓക്കെ രശ്മി മൂലകങ്ങൾ ആറ്റങ്ങൾ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയാരാ ജോൺ ഡാൾട്ടൺ ഇവിടെ മൂലകങ്ങൾക്ക് അവയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസേലിയസ് പുതുതായി കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനം IUPACയുടെ പൂർണ്ണരൂപം ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി IUPAC രൂപം കൊണ്ട വർഷം 19 അവിടെ ഷംനയുടെ അപ്പുറത്ത് ആര്യ IUPAC രൂപീകരിച്ച വർഷം ഏതാ ഇപ്പോൾ ചോദിച്ചല്ലേ 2016 IUPAC നാമകരണം ചെയ്ത മൂലകങ്ങൾ ഏതൊക്കെയാ നിഹോണിയം മോസ്കോവിയം ടെന്നിസൈൻ ഒഗാനസോൺ ഓക്കെ ശരി അവിടെ ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതലുള്ളത് ഏതാ ഷംന ഓക്സിജൻ എത്ര ശതമാനമുണ്ട് 46.6 രണ്ടാമത് ഏതാ സിലിക്കൺ എത്ര ശതമാനം 27.7 മൂന്നാമത് ഏതാ അലുമിനിയം എത്ര 8.3 അയണ് അയ്യോ അഞ്ചാമത്തെ ഏതാ കാൽസ്യം അവിടെ അന്തരീക്ഷം പറഞ്ഞേ നൈട്രജൻ 78 21 മൂന്നാമത് ആർഗൺ 0.9%. ഓക്കെ ഡൈ രോഗങ്ങൾ പറയൂലേ ഫുള്ള് കേട്ടോ ശരി ഫ്ലൂറോസിസ് സിലിക്കോസിസ് മെർക്കുറി മീനമാത ലെഡ് പ്ലംബിസം കാഡ്മിയം ഇതായി ചെമ്പ് വിൽസൺസ് രോഗം പൊട്ടാസ്യം ഹൈപ്പോകലേമിയ ആഴ്സനിക് ബ്ലാക്ക് ഫൂട്ട് രോഗം ഓക്കെ അലുമിനിയം അൾഷിമേഴ്സ് നൈട്രേറ്റ് ബ്ലൂ ബേബി സിൻഡ്രോം ഓക്കെ അപ്പോൾ ഇത്രയും പഠിച്ചല്ലോ മനസ്സിലായല്ലോ നമുക്ക് ഓക്കെ നമുക്ക് നോക്കാം ഇനി നമുക്ക് നോക്കാം എടാ മനുഷ്യരിൽ ഏറ്റവും കൂടുതലായി ഇറങ്ങിയിട്ടുള്ള മൂലകം ഏതാണ് ഓക്സിജൻ അപ്പം മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ള മൂലകം ഏതാണ് പിള്ളേരെ ഓക്സിജൻ ആണ് അതുപോലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹം ഏതാണ് കാൽസ്യമാണ് അതുപോലെ കാൽസ്യം ഉണ്ട് മനുഷ്യരുടെയും മൃഗങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹം ഏതാണ് കാൽസ്യമാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്
ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാ? ഓക്സിജൻ. ഏതാണ്? ഓക്സിജൻ. എന്നാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അല്ലെങ്കിൽ വാതകം ഏതാ? ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അല്ലെങ്കിൽ വാതകം ഏതാണ് പിള്ളേരെ? ഹൈഡ്രജൻ ആണ് കേട്ടോ, ഹൈഡ്രജൻ. അടുത്ത അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള ഏതാ? നൈട്രജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? നൈട്രജൻ ആണ്. ഓക്കെ, ഇനി അങ്ങോട്ട് പോകണം. ഇതൊക്കെ എളുപ്പം ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇനി അങ്ങോട്ട് പോകുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം ഏതാ? ഫ്ലൂറിൻ അല്ല. ചോദ്യം ഇതാണ്, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം ഏതാണ്? ഫ്രാൻസിയം. ഏതാണ്? ഫ്രാൻസിയം. ഏതാണ് പിള്ളേരെ? ഫ്രാൻസിയം. ഞാൻ ഒരു പോയിന്റ് പറയാൻ പറ്റും. ഈ നിഹോണിയം ഏത് രാജ്യത്തിൻ്റെ പേരിൽ നിന്ന് ജപ്പാന്റെ പേരിൽ നിന്ന് വന്നൊരു മൂലകമാണ് ഏത്? നിഹോണിയം. കാരണം നിപ്പോൺ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? നിപ്പോൺ എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാനാണ്. ആ ജപ്പാന്റെ പേരിൽ നിന്ന് വന്ന മൂലകമാണ് ഏത്? നിഹോണിയം. ഏതാണ്? നിഹോണിയം. ഓക്കെ, ആദ്യമായിട്ടുള്ള ഒരു ഏഷ്യൻ രാജ്യം, ആദ്യമായി ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേര് വന്ന മൂലകമാണ് ഏത്? നിഹോണിയം. ഏതാണ്? നിഹോണിയം. അതോടത്തോണേ. അപ്പൊ ഈ ഫ്രാൻസിൽ നമുക്ക് കേൾക്കാൻ തന്നെ അറിയാം ഏത് രാജ്യത്തിന്റെ പേരാണ്? ഫ്രാൻസിന്റെ കേട്ടോ. അപ്പൊ ഫ്രാൻസിന്റെ ചോദ്യം എന്താണ് പിള്ളേരെ? ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകമാണ് ഏത്? ഫ്രാൻസിയം. ഏതാണ്? ഫ്രാൻസിയം. ഓക്കെ, അടുത്ത് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിര മൂലകം ഏതാ? സ്ഥിര മൂലകം അതിനാ പറ. സീസിയം. ഏതാണ്? സീസിയം. അപ്പൊ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം ഫ്രാൻസിയം. ഏതാണ്? ഫ്രാൻസിയം കേട്ടോ. അസ്ഥിര മൂലകം ഏതാണ്? ഫ്രാൻസിയമാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിര മൂലകം ഏതാണ്? സീസിയം. ഓക്കെ, നമ്മുടെ ഇങ്ങനെ അസ്ഥിര വെച്ചാൽ സ്ഥിരത ഇല്ലാത്തതല്ലേ. നമ്മളെ ഫ്രഞ്ച് വിപ്ലവം പഠിച്ച് നമ്മളെ സ്ഥിരത പോയി നടത്താതെ കുഴപ്പമില്ലല്ലോ. ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോൾ നമുക്ക് ഒട്ടാവൂലേ? ഒട്ടാവും. ഓക്കെ, അപ്പൊ ഫ്രഞ്ച് വിപ്ലവം പഠിച്ച് നമ്മളെ സ്ഥിരത പോയി. അപ്പൊ അസ്ഥിരത ഫ്രാൻസിയം, സ്ഥിരമൂലകം സീസിയം. ഇന്നൊരാളെ ഒന്നുള്ള രണ്ടും ഉണ്ടാ? സ്ഥിരമൂലകം സീസിയം. ഓക്കെ, ശരി. അടുത്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് നിങ്ങൾ പറഞ്ഞ ഏതാണ്? ഫ്ലോറിൻ. ഏതാണ് പിള്ളേരെ? ഫ്ലോറിൻ. ഓക്കെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലോറിൻ. ഏതാണ്? ഫ്ലോറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ് പിള്ളേരെ? ഫ്ലോറിൻ ആണ്. നമ്മൾ ഫ്ലോറിൽ തെന്നി വീണാൽ നമ്മൾ നെഗറ്റീവ് ആകത്തില്ലേ? ഫ്ലോറിൽ തെന്നി വീണാൽ നമ്മൾ എന്ത് നെഗറ്റീവ് ആകും. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ് പിള്ളേരെ? ഫ്ലോറിൻ ആണ്. ഓക്കെ, ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകങ്ങൾ പഠിക്കുക എളുപ്പമാണ്. കാരണം ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ മൂലകങ്ങളൊക്കെ ആയിരിക്കും എന്ത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവ്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ്? ഫ്രാൻസിയവും സീസിയവും. മനസ്സിലായ പിള്ളേരെ? അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞത് ഏതിനൊക്കെയാണ്? ഫ്രാൻസിയത്തിനും സീസിയത്തിനും. മനസ്സിലായി ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഭാഗം നമുക്കൊന്ന് കംപ്ലീറ്റ് ആക്കി പോവാം. ഓക്കെ, പറ. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ അസ്ഥിര മൂലകം ഏതാണ്? അസ്ഥിര മൂലകം ഏതാണ്? ഫ്രാൻസിയം. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ സ്ഥിര മൂലകം ഏതാണ്? സീസിയം. ഏതാണ്? സീസിയം. അടുത്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഫ്രാൻസിയവും സീസിയവും. സെറ്റായല്ലോ? അത് സെറ്റായ? ഓക്കെ, ഇത് ചലഞ്ച് ആര് പറയും? ചോദ്യം ഉത്തരവും പറയണം. ആര് പറയും? ഷമീം ഒന്ന് ശ്രമിച്ചു വെക്കുന്ന ഇലക്ട്രോ പോസിറ്റിവിറ്റി പറഞ്ഞു. പോസിറ്റിവിറ്റി കൂടിയ അസ്ഥിര മൂലകം ഫ്രാൻസിയം, പോസിറ്റിവിറ്റി കൂടിയ സ്ഥിര മൂലകം സീസിയം, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ഫ്ലൂറിൻ, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകം ഫ്രാൻസിയം സീസിയം. ഓക്കെ, ശരി. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാ? ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയമാണ്. അതുപോലെ ലിഥിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയം. എന്നാൽ ഏറ്റവും ഭാരം കൂടിയ ലോഹം ഏതാ? ഓസ്മിയം. ഏറ്റവും ഭാരം കൂടിയ ലോഹം ഓസ്മിയവും ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയവുമാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയമാണ്. ഏറ്റവും ഭാരം കൂടിയത് ഏതാണ് പിള്ളേരെ? ഓസ്മിയമാണ്. ഓക്കെ, ശരി. റേഡിയോ ആക്റ്റീവായ വാതക മൂലകം ഏതാ? റെഡോൺ. ഏതാണ്? റെഡോൺ. അതിനുള്ളത് റെഡോൺ. റേഡിയോ ആക്റ്റീവായ വാതക മൂലകം ഏതാണ്? റേഡിയോ ആക്റ്റീവായ വാതക മൂലകം ചോദിച്ചാൽ ഏതാണ് പിള്ളേരെ? റെഡോൺ ആണ്. ഏതാണ്? റെഡോൺ ആണ് കേട്ടോ. റെഡോൺ കേട്ടോ. ഓക്കെ, അടുത്ത് പറഞ്ഞ ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ഏതാ? ക്രോമിയം അല്ല. എക്സ്റേ കടത്തിവിടില്ല അത്. ലെഡ്. ഓക്കെ, ലെഡ് ആണ്. ഏതാണുള്ളത്? ലെഡ്. ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ഏതാണുള്ളത്? ലെഡ്. ഇത് എഴുതി പഠിച്ചോണം. ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ഏതാണ്? ലെഡ് ആണ്. ലെഡ്. ഓക്കെ, അടുത്ത് ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ഏതാ?
ക്രിയാശീലം കൂടിയതും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയതും സെയിം ആണ്. ഫ്ലോറിൻ. ഏതാണ്? ഫ്ലോറിൻ. അപ്പോൾ ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ഏതാണ്? ഫ്ലോറിൻ. ഓക്കെ. അപ്പോൾ ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ഏതാണ്? ലെഡ്. ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ഏതാണ്? ലെഡ്. ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ഏതാണ്? ഫ്ലോറിൻ. ഫ്ലോറിൻ. ഓക്കെ, ഇത് കുറച്ച് എളുപ്പം കേട്ടോ. അടുത്ത് ഉയർന്ന ഇലക്ട്രോൺ അഫിനിറ്റി പ്രദർശിപ്പിക്കുന്ന മൂലകം ഏതാ? ക്ലോറിൻ. ഏതാണ്? ക്ലോറിൻ. ഏറ്റവും ഇലക്ട്രോൺ അഫിനിറ്റി പ്രദർശിപ്പിക്കുന്ന ലോഹം ഏതാണ്? മൂലകം ഏതാണ്? ലോഹമല്ല, മൂലകം ഏതാണ്? ക്ലോറിൻ. ഏതാണ്? ക്ലോറിൻ. ക്ലോറിൻ. ഓക്കെ, ഇനി അങ്ങോട്ട് എല്ലാം എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ മാത്രമാണോ? ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബണുണ്ട്. കാർബണും ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ സംയുക്തം ഉണ്ടാക്കുന്ന മൂലകങ്ങൾ എന്താണ്? കാർബൺ. നീ ഇത് മൈലിനെ പഠിച്ചു വെച്ചിരിക്കുന്ന എഴുതി പഠിച്ചതാണ് അത്. കാർബണും ഹൈഡ്രജൻ. ഏതാണ്? കാർബണും ഹൈഡ്രജനും. ഓക്കെ, ഇനി 2 ചോദ്യം കൂടെ. ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോടോപ്പുള്ള മൂലകം ഏതാണ്? ഏറ്റവും കൂടുതൽ ഐസോടോപ്പുള്ള മൂലകം പറഞ്ഞാൽ നിങ്ങൾ അത് തന്നെ ചോദ്യം. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുള്ള മൂലകം ഏതാണ്? ടിന്നാണ്. ടിന്നിന് എത്ര ഐസോടോപ്പ് ഉണ്ടെന്നറിയോ? ടിന്നിന് 10 ഐസോടോപ്പ്. എത്ര ഐസോടോപ്പ് ഉള്ളത്? 10 ഐസോടോപ്പ്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുള്ള മൂലകം പറ ജോബിൻ. ടിന്ന് എത്ര ഐസോടോപ്പ്? 10 ഐസോടോപ്പ്. അവസാനത്തെ ചോദ്യം, ഏറ്റവും കുറവ് ഐസോടോപ്പുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ എത്ര ഐസോടോപ്പ്? 3 ഐസോടോപ്പ്. എത്ര ഐസോടോപ്പ് ഉള്ളത്? 3 ഐസോടോപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഫുള്ള് ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്, ശ്രദ്ധിച്ച് കേട്ടോണേ. മനുഷ്യത്തെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ ഏതാണ്? കാൽസ്യം ആണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഓക്സിജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഹൈഡ്രജൻ. ഓക്കെ, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? നൈട്രജൻ. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയത് ഏതാണ്? ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ അസ്ഥിരം ചോദിച്ചാൽ ഫ്രാൻസിയം. സ്ഥിരം ചോദിച്ചാൽ സീസിയോ. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത് ഫ്ലോറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞത് ഫ്രാൻസിയവും സീസിയവും. ഏറ്റവും ഭാരം കുറഞ്ഞത് ലിഥിയം. ഭാരം കൂടിയത് ഓസ്മിയം. റേഡിയോ ആക്റ്റീവ് വാതക മൂലകം റെഡോൺ ആണ്. ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ലെഡ്. ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം വളരെ ഫ്ലോറിൻ ആണ് കേട്ടോ. ഫ്ലോറിൻ ആണ്. ഉയർന്ന ഇലക്ട്രോൺ അഫിനിറ്റി പ്രദർശിപ്പിക്കുന്നത് ക്ലോറിൻ ആണ്. ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ കാർബണും ഹൈഡ്രജനുമാണ്. ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോടോപ്പുള്ള മൂലകം ടിൻ. എത്ര ഐസോടോപ്പാണ്? 10 എണ്ണം. ഏറ്റവും കുറവ് ഐസോടോപ്പുള്ള മൂലകം ഹൈഡ്രജൻ. ഐസോടോപ്പുള്ള എണ്ണം എത്രയാണ്? 3. ഓക്കെ, ശരിയല്ലേ? ശരി. അപ്പം നമുക്ക് ഇതൊന്ന് എന്ത് ചെയ്യണം? ഇതൊന്ന് ചോദിക്കണം. ഇത്രയും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. സുമിനി പോസിറ്റോ മോനെ, മനുഷ്യത്തെ ഏറ്റവും കൂടുതലുള്ളത് ഏതാ? ഓക്സിജൻ. മനുഷ്യരുടെയും ജന്തുക്കളുടെയും ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ് കേട്ടോ. അവിടെ ഭൂമിയുടെ ഉപരിതലം ഓക്സിജൻ. പ്രപഞ്ചം ഹൈഡ്രജൻ. അന്തരീക്ഷ വായു നൈട്രജൻ. ഓക്കെ, അവിടെ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ സ്ഥിരം. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത് ഫ്ലോറിൻ. അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞത് ഫ്രാൻസിയോ സീസിയോ. ഓക്കെടാ. അവിടെ ഭാരം കുറഞ്ഞത് ഷംന ലിഥിയം. അവിടെ ഭാരം കൂടിയത് ഓസ്മിയം. അവിടെ റേഡിയോ ആക്റ്റീവ് വാതക മൂലകം റെഡോൺ. ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ലെഡ്. ഓക്കെ, ഏറ്റവും ക്രിയാശീലം കൂടിയത് ഫ്ലോറിൻ. ഉയർന്ന ഇലക്ട്രോൺ അഫിനിറ്റി ക്ലോറിൻ. ഓക്കെ, ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ കാർബണും ഹൈഡ്രജനും. ഏറ്റവും കൂടുതൽ സ്ഥിരത ഐസോടോപ്പ് ടിൻ. എത്ര എണ്ണം? ഏറ്റവും കുറവ് ഐസോടോപ്പ് എത്ര ഐസോടോപ്പ്? 3. ഓക്കെ, ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പ് ഏതൊക്കെയെന്ന് അറിയോ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അത് പഠിക്കുന്നതാണ്. ഓക്കെ, സുവിൻ്റെ പോസിറ്റീവ്. നമുക്ക് അടുത്ത് ഇംഗ്ലീഷിലേക്ക് പോവാം. ശരി, നമുക്ക് കുറച്ച് ഇഡിയംസ് പഠിക്കാവേ. ഓക്കെ, എഴുതിക്കോ. ആദ്യത്തേത് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. അറിയോ? അല്ല, ആൻ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡന്റ് കേട്ടാ. എന്നുവെച്ചാൽ എന്താണ്? വിചാരിക്കാത്തൊരു സംഭവം. ഓക്കെ, അത്ര മലയാളം നടത്ത് ഓർത്തോണേ. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ് പിള്ളേരെ? ആൻ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡന്റ്. എന്താണ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡന്റ്? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. ആൻ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡന്റ് ആണ്. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡന്റ്. ഓക്കെ, സെറ്റ് അല്ലേ? ശരി, അടുത്ത രണ്ടാമത്തത് എ ചിപ്പ്
ചിപ്പ് ഓൺ യുവർ ഷോൾഡർ. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ. എന്താണ് എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ? തോളത്തെറ്റി അഭിനന്ദിക്കുക, അതല്ലേ ഉദ്ദേശിച്ചത്? അതല്ല, നമ്മൾ ഈ ചില ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്. എന്താണ് നമ്മളെ ഭാവിയിലല്ല ഭൂതകാലത്ത്, പാസ്റ്റർ ഭൂതകാലല്ലേ, ഭൂതകാലത്ത് നടന്ന കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യും? വിഷമിക്കും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് ചിപ്പ് ഓൺ യുവർ ഷോൾഡർ കേട്ടോ. അതായത് ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. നിങ്ങൾ അങ്ങനെ ആവാറുണ്ടോ ജോബിൻ? താങ്കളുടെ ഭൂതകാലത്ത് നടന്ന കാര്യങ്ങളിൽ താങ്കൾ അപ്സെറ്റ് ആവാറുണ്ടോ? ഉണ്ട്. അതിൽ ഉണ്ടാവാറുണ്ടോ? അതിൻ്റെ ആവശ്യം എന്താ അല്ലേ? ഭൂതകാലത്ത് മനസ്സിലല്ലേ പണ്ട് നടന്ന എന്തെങ്കിലും മണ്ടത്തരങ്ങളിൽ ഇല്ല. ഓക്കെ. അപ്പോൾ വളരെ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, എഴുതിക്കോണേ. ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് കേട്ടോ. ഓക്കെ. അടുത്ത എല്ലാവർക്കും അറിയായിരിക്കേ എ ഡൗട്ടിങ് തോമസ്. ഡൗട്ടിങ്, അത് മലയാളം അല്ല ചോദിച്ചത്. ഡൗട്ടിങ് തോമസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ പിള്ളേരെ. തെളിവില്ലാതെ ഒന്നും വിശ്വസിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, തെളിവില്ലാതെ ഒന്നും വിശ്വസിക്കില്ല. ചില ആൾക്കാരങ്ങനെ നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് പ്രൂഫ് കാണിക്കാൻ പറയും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാമുകൻ കാമുകിയെ വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ആ പെൺകുട്ടിയുടെ ഫോൺ ചിലപ്പോൾ എന്താ എനിക്ക് തോന്നി അവിടെ നിന്നേക്ക് വരാൻ വേണം. ബിസി ആവുന്ന സമയത്ത് അത് ആരും വിളിച്ചോണ്ടിരുന്നത്. അപ്പോൾ അവള് പറയും ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചോണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ പറയും സ്ക്രീൻഷോട്ട് ഇല്ലേ? ഓക്കെ. അതിലെന്ത് പറയുന്നു? സ്ക്രീൻഷോട്ട് അയക്കാൻ പറയുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്ന പേരാണെന്ത്? ഡൗട്ടിങ് തോമസ്. അതായത് അല്പവിശ്വാസി എന്നല്ല നമ്മളെന്നെ പറയുന്നത്. അല്പവിശ്വാസം മലയാള പരിഭാഷയാണ്. തെളിവില്ലാതെ കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല? വിശ്വസിക്കില്ല. അപ്പോൾ എഴുതിക്കോ, ഓൺ ഹൂ ഡസ് നോട്ട് ബിലീവ് എനിത്തിങ് വിത്തൗട്ട് എവിഡൻസ്. മനസ്സിലായില്ലേ? ഓൺ ഹൂ ഡസ് നോട്ട് ബിലീവ് എനിത്തിങ് വിത്തൗട്ട് എവിഡൻസ്. അതായത് തെളിവില്ലാതെ ഒന്നും എന്ത് ചെയ്യത്തില്ല? വിശ്വസിക്കുക. നിങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ ഈ വിമാനം പോണ കണ്ടിട്ടില്ലേ? വിമാനം അല്ലേ? ഹെലികോപ്റ്ററാ? ജെറ്റ് വിമാനമല്ലോ ആയിരിക്കും. ഹെലികോപ്റ്ററാണേ. ഇവിടെ വീഡിയോ ആണ്, പിള്ളേർ നാണം കെടും. നമ്മൾ ഇവിടുത്തെ വിമാനമാണ് നമ്മൾ നോക്കൂലേ? വിമാനം നമ്മൾ നോക്കൂലേ? ഇത് വേറെ എന്തോ സാധനം പോണോണ്ട്. രണ്ട് സൈനിക സുഖോയ മതി വീഡിയോ ഇങ്ങോട്ട് നോക്കടേ, അല്ലെങ്കിൽ പൗസ് ചെയ്യുമ്പോൾ കണ്ടിട്ട്. ശരി. അടുത്ത എ മാൻ ഓഫ് വെയിറ്റ്. പൗസ് അല്ല, നടക്കൂല. ഇത് കഴിഞ്ഞിട്ട് നടക്കൂല. ഓക്കെ. അപ്പോൾ ഡൗട്ടിങ് തോമസ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഡൗട്ടിങ് തോമസ് എന്താണ്? നിങ്ങൾ മലയാളത്തിലൊന്നും ഓർത്ത് വെച്ചിരുന്ന എന്താണ്? തെളിവില്ലാതെ ഒന്നും വിശ്വസിക്കാത്ത ആൾക്കാർ. ഓക്കെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ എന്തായിരിക്കും ഡൗട്ടിങ് തോമസ് ആയോ? ഓക്കെ. ശരി. അടുത്ത് എ മാൻ ഓഫ് വെയിറ്റ്. എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ്. അതായത് എ മാൻ ഓഫ് വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ്. നമ്മൾ പറയത്തില്ലേ അവൻ ആവശ്യമില്ലാത്ത വെയിറ്റ് ഉണ്ട്, അവൻ എന്ത് കണ്ടിട്ടാണ് ഈ വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കത്തില്ലേ? അപ്പോൾ വെയിറ്റ് ഇടേണ്ട അധികാരം ആർക്കാണ്? ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാർക്കാണ്. ചില ആൾക്കാർ ചുമ്മാ വെയിറ്റ് ഇടും. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഓർത്താൽ വെയിറ്റ് ഇടേണ്ട ആൾക്കാർ ആരാണ്? ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാർ. അപ്പം എ മാൻ ഓഫ് വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ്. ഓക്കെ. അടുത്ത് എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ്. WRIST. എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ്. എന്താണ് സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ്? അത് ഈ സിമ്പിളാണ്. നമ്മളിപ്പോൾ ഈ കൈ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുക്കത്തില്ലേ ഡാഡി? നിനക്ക് വേദന എടുത്താ? ഇല്ലേ? എടാ അതെന്ന് വെച്ചാൽ എ വെരി മൈൽഡ് പണിഷ്മെന്റ്. എന്താണ്? എ വെരി മൈൽഡ് പണിഷ്മെന്റ്. നമ്മൾ ഈ കൊച്ചുകുട്ടികൾ വലിയ ആൾക്കാരും ചെയ്യും. ഈ കൊച്ചുകുട്ടികളൊക്കെ എടുത്ത് കൈ കൊണ്ടൊക്കെ ചുമ്മാ ഓരോ കോപ്പറ കാണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഉണ്ടാടാ നമ്മുടെ കൊച്ചടി കൊടുക്കത്തില്ലേ? കിട്ടിയിട്ടുണ്ടോ? കൊച്ചിലില്ല വലുതില്ല അതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്.
പഴുതാന്വേഷണം കറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ ഇല്ല കേട്ടാ അപ്പൊ എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് എ വെരി മൈൽഡ് പണിഷ്മെന്റ്, അതായത് വളരെ വേദനിക്കാത്ത രീതിയിലുള്ള പണിഷ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ ശരി. അടുത്ത് എ സ്റ്റോൺസ് ത്രോ. സ്റ്റോൺസ് STONES സ്റ്റോൺസ് ത്രോ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഓക്കെ, സ്റ്റോൺസ് ത്രോ എന്ന് വെച്ചാൽ അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഓക്കെ ശരി. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ വളരെ ശരി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാമേ. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് വെച്ചാൽ എന്താണ്? ആൻ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡന്റ്. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് വെച്ചാൽ എന്താണ്? ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. ഓക്കെ. എ ഡബിൾ തോമസ് എന്ന് വെച്ചാൽ വൺ ഹു ഡസ് നോട്ട് ബിലീവ് എനിത്തിങ് വിത്തൗട്ട് എവിഡൻസ്, തെളിവില്ലാതെ ഒന്നും വിശ്വസിക്കാത്ത ആള്. അടുത്ത എ മാൻ ഓഫ് വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ ഓഫ് ഇമ്പോർട്ടൻസ്. എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? എ വെരി മൈൽഡ് പണിഷ്മെന്റ്. എ സ്റ്റോൺസ് ത്രോ എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഓക്കെ, അത്ര മനസ്സിലായല്ലോ പിള്ളേരെ? ഓക്കെ ശരി. അപ്പോൾ അത്രയും മതി. അടുത്ത നമുക്ക് കുറച്ച് കളക്റ്റീവ് നൗൺസ് നോക്കാം. സുനി പോസിറ്റേ. എടാ ചെയറിന്റെ കളക്റ്റീവ് പറഞ്ഞ ചെയർ ആക്കി പറയാം. ചെയർ സെറ്റല്ല, ഗ്രൂപ്പല്ല, എസ് തുടങ്ങണയാണ്. സ്റ്റാക്ക്. ഓക്കെ സ്റ്റാക്ക്. എ സ്റ്റാക്ക് ഓഫ് ചെയർസ് ആണ്. സ്റ്റാക്ക് ആണ്, STACK. സ്റ്റാക്ക് ഓഫ് ചെയർസ്. ഓക്കെ. അടുത്ത ബുക്ക് പറ. ബുക്ക് പൈല് കേട്ടാ. പൈൽ ഓഫ് ബുക്സ് കേട്ടാ. PILE ആണ്. പൈൽ ഓഫ് ബുക്സ്. നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം പൈൽ ഓഫ് ബുക്സ് ഒക്കെ. കണക്ഷൻ വല്ലതും ഉണ്ടോ? ബുക്കിൽ നിന്ന് നല്ല കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ലേ നമ്മൾ ഫയലൊക്കെ തയ്യാറാക്കുന്നത്? ബുക്കിൽ നിന്നുള്ള വിവരങ്ങൾ എടുത്തിട്ട് നമ്മൾ ഫയലൊക്കെ തയ്യാറാക്കുന്നത്. പൈൽ ഓഫ് ബുക്സ്. എന്താണ് പൈൽ ഓഫ് ബുക്സ്? ഓക്കെ. അടുത്ത് കീ. സെറ്റാ, ഞാൻ അടിച്ച് പഠിക്കണ്ട. ബഞ്ച് ഓഫ് കീസ്. എന്താണ് വളരെ? ബഞ്ച് ഓഫ് കീസ്. ഓക്കെ. അടുത്ത സ്റ്റെപ്പ്. സ്റ്റെപ്പ്. എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. എന്താണ് വളരെ? എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. നമ്മൾ ഫ്ലൈറ്റ് തന്നെ ആലോചിച്ചാൽ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുന്നതിന് എന്ത് ചെയ്യും? സ്റ്റെപ്പ് കയറിയില്ലേ ഫ്ലൈറ്റിലോട്ട്. അപ്പോൾ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. ഓക്കെ. അടുത്ത് ലേഡീസ്. ബെവി ഓഫ് ലേഡീസ്. അത് എളുപ്പമാണ്. നമ്മൾ മറ്റേ മുസ്ലിം കാറ്റഗറിയിൽപ്പെട്ട ഒരു BV എന്നല്ലേ പറയുന്നത്? BV. അപ്പം സ്ത്രീകളല്ലേ BV എന്ന് പറയുന്നത്. അപ്പം ബെവി ഓഫ് ലേഡീസ്. ബെവി ഓഫ് പറ മോനെ. BV അല്ലടാ, BEVY. ബെവി ഓഫ് ലേഡീസ്. ഓക്കെ. പ്ലേയേഴ്സ് പറ. പ്ലെയർ നമുക്കറിയത്തില്ല. ടീം. എന്താണ് ടീം? എ ടീം ഓഫ് പ്ലെയേഴ്സ്. ഓക്കെ. അടുത്ത് തീവ്സ് കള്ളന്മാർ. ഗ്യാങ്. എ ഗ്യാങ് ഓഫ് തീവ്സ്. അതൊക്കെ നമുക്ക് ഓർത്തിക്കാൻ പറ്റുന്നതാണ് പിള്ളേർ. അപ്പൊ പറ ചെയർസ് എന്താണ്? അപ്പൊ എ സ്റ്റാക്ക് ഓഫ് ചെയർസ്. ബുക്സ് എന്താണ്? എ പൈൽ ഓഫ് ബുക്സ്. കീസ് എന്താണ്? ബഞ്ച് ഓഫ് കീസ്. അടുത്ത സ്റ്റെപ്സ് എന്താണ്? എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. അടുത്ത ലേഡീസ് എന്താണ്? ബേബി ഓഫ് ലേഡീസ്. അടുത്ത് പ്ലേയേഴ്സ് എന്താണ്? എ ടീം ഓഫ് പ്ലേയേഴ്സ്. തീവ്സ് എന്താണ്? ഗ്യാങ് ഓഫ് തീവ്സ്. ഓക്കെ. അടുത്ത ഡോഗ് പറയടാ. ഡോഗ് ആർക്ക് പറയാം? പാക്ക് ഓഫ് ഡോഗ്സ്. ഡോഗ് മാത്രമല്ല, വൂൾസും പാക്ക് അല്ലേ? വൂൾസും. കാരണം ഡോഗും വൂൾസും ഒക്കെ എന്താണ്? ഒരു കാറ്റഗറിയാണ് കേട്ടോ. അപ്പം എ പാക്ക് ഓഫ് ഡോഗ്സ്, എ പാക്ക് ഓഫ് വൂൾസ്. എന്നിട്ട് ഇന്ന് പഠിക്കാണ്ടല്ലേ? പഠിക്കാണ്ടായിരുന്നു. എന്നിട്ട് പറയാത്തത് തിങ്ക് പണിക്കൊണ്ടിരിക്കണം. ഇന്ന് ഞാൻ വൈകുന്നേരം എടുത്തിട്ട് പണ്ണും കേട്ടാ. തിങ്ക് പണ്ണണത് കേട്ടോ. എ പാക്ക് ഓഫ് ഡോഗ്സ്. ഇവർക്ക് ഡെയിലി കളക്റ്റീവ് നൗണും അറിയണമല്ലേ? ഇംഗ്ലീഷ് ഒക്കെ അവരൊക്കെ പഠിക്കാൻ കൊടുക്കും കേട്ടാ. ഡെയിലി ഞാൻ ക്ലാസ്സിൽ ചോദിക്കും. നിങ്ങൾക്ക് ആ PDF വേണമെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനലല്ല, നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ തരാം. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കേട്ടോ നിങ്ങൾ. ഓക്കെ. എ പാക്ക് ഓഫ് ഡോഗ്സ് ആണ് കേട്ടോ. ശരി. അടുത്ത് ഐലാൻഡ്സ് ആണല്ലേ പറയണത്? എ ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സ് ആണ് കേട്ടോ. നമ്മൾ ഐലാൻഡ്സിൽ S സൈലൻ്റ് ആണ് കേട്ടോ.
ഐലാൻഡ്സ് കേട്ടോ. ഐലാൻഡ്സ് ഉദ്ദേശിച്ചത് എന്താണ്? ദ്വീപ് കേട്ടോ. അപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സ്, ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സ് ഓർക്കാൻ വേണം അല്ലേ? തൊലക്ക് ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സ്. ഓക്കെ, ട്രീ പറ. ട്രീ ഫോറസ്റ്റ് പറഞ്ഞാടാ. ഫോറസ്റ്റ് ഓഫ് ട്രീയാ. എടാ എ ക്ലംബ് ഓഫ് ട്രീസ്. എന്താണ് ക്ലംബ് ഓഫ് ട്രീസ്? അത് എളുപ്പമാണ്. നമ്മൾ ട്രീയിലല്ലേ ക്ലൈംബ് ചെയ്യുന്നത്, കയറി പോകുന്നില്ലേ ക്ലൈംബ് ചെയ്യുക എന്ന് പറയുന്നത്. അല്ലേടേ ട്രീയിലല്ലേ ക്ലൈംബ് ചെയ്യുന്നത്. അപ്പൊ ക്ലംബ്, CLUMB, ക്ലംബ് കേട്ടോ. ക്ലംബ്, എ ക്ലംബ് ഓഫ് ട്രീസ്, എ ക്ലംബ് ഓഫ് ട്രീസ്. ഓക്കെ, എ ക്ലംബ് ഓഫ് ട്രീ, CLUMP, ക്ലംബ്. മറ്റേത് ക്ലൈംബ്, ഇത് ക്ലംബ്. ഞാൻ രണ്ടുകൂടെ കണക്ഷൻ പറഞ്ഞത്. നമ്മൾ ട്രീയിലാണ് ക്ലൈംബ് ചെയ്യണേ അല്ലേ? അപ്പൊ ക്ലംബ്, ക്ലംബ് ഓഫ് ട്രീസ്. അടുത്ത ഫ്ലവേഴ്സ് പറഞ്ഞ. ഫ്ലവേഴ്സ് ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ആണ്. ബൊക്കെ അതൊക്കെ എളുപ്പമാണ്. നമ്മൾ ഫ്ലവർ വെച്ചിട്ട് അല്ലടാ ബൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പൊ ഈ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് കേട്ടാ. ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. ബൊക്കയുടെ സ്പെല്ലിംഗ് അറിയാവോ? BOUQUET കേട്ടോ. അതാണ് ബൊക്കയുടെ സ്പെല്ലിംഗ് കേട്ടോ. BOUQUET ബൊക്കെ. ആ ടീ എങ്ങോട്ട് പോയിട്ടാൽ ടീ സൈലൻ്റ് ആയി. ഓക്കെ, പിന്നെ എന്തിനാണ് കൊടുക്കുന്നത് അല്ലേ ഇത്? ഇവിടെ അതിൻ്റെ റൂൾ ആക്കില്ല അറിയാം. അവിടെ ഈ ചില ഇപ്പം ഐലാൻഡിൽ S സൈലൻ്റ് ആണ്, ബൊക്കയിൽ T സൈലൻ്റ് ആണ്. എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? പിന്നെ പിന്നെ താങ്കൾ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചില്ലെന്ന് പറഞ്ഞുതരുമോ? പ്രൊനൗൺസിയേഷൻ കിട്ടാനായിരിക്കും. പ്രൊനൗൺസിയേഷനിൽ അവിടെ സാധനം വരുന്നില്ലല്ലോ. എടാ അറിയാന്നുള്ളൂ. എനിക്ക് അറിയത്തില്ല. ഞാൻ കളിയൊക്കെ പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ആകെ ആരെങ്കിലും പറഞ്ഞാണ്. സോൾജിയേഴ്സ് എന്താ? ആർമി തെറ്റ്. ആർമിയും പറയും കേട്ടോ. ആർമിയും പറയും. വേറൊന്നുകൂടെ ഉണ്ട്. ആർമി തെറ്റല്ല, ആർമിയും പറയും. റെജിമെന്റ് കേട്ടോ. റെജിമെന്റ് ഓഫ് സോൾജിയേഴ്സ് ആണ്. വളരെ റെജിമെന്റ് ഓഫ് സോൾജിയേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് സെക്ഷനും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞ ചെയർ, സ്റ്റാക്ക്, ബുക്സ്, പൈല്, കീസ്, ബഞ്ച്, സ്റ്റെപ്സ്, ഫ്ലൈറ്റ്, ലേഡീസ്, ബേബി, പ്ലേയേഴ്സ്, തീവ്സ്, ഗ്യാങ്, ഡോഗ്സ്, പാക്ക്, ഐലാൻഡ്സ്, ഗ്രൂപ്പ്, ട്രീസ്, ക്ലംബ്, ഫ്ലവേഴ്സ്, ബൊക്കെ, സോൾജിയേഴ്സ്, റെജിമെന്റ്. അടുത്ത് നമുക്ക് എന്താണ്? റിവിഷൻ ആണ്. റിവിഷൻ അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ശ്വസനവും പിന്നെ മലയാളം പഠിച്ചില്ലേ? മലയാളം. ഓക്കെ, അതാണ് റിവിഷൻ. ഓക്കെ, ശരി. എല്ലാവരും റിവിഷൻ തയ്യാറാവുക. ശരി, അങ്ങോട്ട് നീങ്ങിയൊക്കെ ഇരുന്നാണ്. അങ്ങനെ പോ. അവരൊക്കെ അറിയുന്ന ഉത്തരം മാത്രം എഴുതാവും കേട്ടാ. കോപ്പി അടിക്കരുത് കേട്ടാ. കോപ്പി അടിച്ചതിനെ ശാപിച്ച് തവളായി കളയും. നല്ല കഴിവ് എനിക്കുണ്ട്. കണ്ടോ? ഞാൻ ആവൂല. എന്താ ആവൂല? നീ കോപ്പി അടിച്ചാൽ അവളെ ആക്കുക. ഞാൻ പറ്റത്തുള്ളൂ. ഞാൻ കേട്ടാ. ശരി, ഒന്നാമത്തെ ചോദ്യം ഉത്തരം മാത്രം എഴുതിയാൽ മതി. പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഒരു മിനിറ്റിൽ എത്ര തവണ ശ്വസിക്കുന്നു? പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഒരു മിനിറ്റിൽ എത്ര തവണ ശ്വസിക്കുന്നു? ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം. എന്താണ് ശ്വസനം? മൂന്നാമത്തെ ചോദ്യം. ശ്വസനം എഴുതിയാ? ഡെഫിനിഷൻ എഴുതിയല്ല. മൂന്നാമത്തെ ചോദ്യം. സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകമേത്? നാലാമത്തെ ചോദ്യം. ശ്വാസകോശത്തിന് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയുന്നില്ല. കാരണം എന്ത്? ശ്വാസകോശത്തിന് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയുന്നില്ല. കാരണമെന്ത്? എഴുതിയല്ലോ. അഞ്ചാമത്തെ ചോദ്യം. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം. എഴുതിയല്ലോ. അഞ്ചെണ്ണല്ലായത്. അടുത്ത ആറാമത്തെ ചോദ്യം. ഉച്ഛ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് എത്ര?
ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് എത്ര? ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് എത്ര? 7ാമത്തെ ചോദ്യം, നിശ്വാസവായുവിലെ ജലബാഷ്പത്തിൻ്റെ അളവ് എത്ര? നിശ്വാസവായുവിലെ ജലബാഷ്പത്തിൻ്റെ അളവ് എത്ര? നിശ്വാസവായുവിലെ ജലബാഷ്പത്തിൻ്റെ അളവ് എത്ര? അടുത്ത 8ാമത്തെ ചോദ്യം, മണ്ണിരയുടെ ശ്വസനാവയവം ഏതാണ്? മണ്ണിരയുടെ ശ്വസനാവയവം ഏതാണ്? ഓക്കെ. അടുത്ത 9ാമത്തെ ചോദ്യം, എന്തൊക്കെ കൂടിച്ചേർന്ന സംയുക്തമാണ് ഹീമോഗ്ലോബിൻ? എന്തൊക്കെ കൂടിച്ചേർന്ന സംയുക്തമാണ് ഹീമോഗ്ലോബിൻ? എന്തൊക്കെ കൂടിച്ചേർന്ന സംയുക്തമാണ് ഹീമോഗ്ലോബിൻ? 10ാമത്തെ ചോദ്യം, അരരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? 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 ഓക്കെ, 10 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക. അതിൻ്റെ ഉത്തരം ഇങ്ങോട്ട്. ഓക്കെ, അരരം എന്ന വാക്കിൻ്റെ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട്. നീ ജോബിൻ്റെ വാച്ച് വാങ്ങിക്കോ. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. ഇവിടെ 1ാമത്തെ ചോദ്യം എന്തായിരുന്നു? ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ എത്ര തവണ ശ്വസിക്കും? 12 മുതൽ 18 തവണ. ഓക്കെ, ശരി. ഇനി എന്താണ് ശ്വസനം? ജീവികൾ ചുറ്റുപാടിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണെന്ത്? ശ്വസനം. ഓക്കെ. സസ്യങ്ങൾ ശ്വസന സമയത്ത് പുറന്തള്ളുന്ന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ശ്വാസകോശത്തിന് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയുന്നില്ല, കാരണം മാംസപേശികൾ ഇല്ല. ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? ഡയഫ്രമാണ്. ഉച്ഛ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് എത്ര? 21%. നിശ്വാസവായുവിലെ ജലബാഷ്പം എത്ര ശതമാനം? 3%. എത്രയാണ്? 3%. മണ്ണിരയുടെ ശ്വസനാവയവം എന്താണ്? ഈർപ്പമുള്ള ത്വക്ക്. ഈർപ്പമുള്ള ത്വക്ക്. അടുത്ത ചോദ്യം, എന്തൊക്കെ കൂടിച്ചേർന്ന സംയുക്തമാണ് ഹീമോഗ്ലോബിൻ? ഇരുമ്പും പ്രോട്ടീനും. ഇരുമ്പും പ്രോട്ടീനും. ഓക്കെ. അടുത്ത, അരരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വാതിൽ. എന്താണ് വളരെ? വാതിൽ. അരരം എന്ന വാക്കിന്റെ അർത്ഥം വാതിലാണ്. കേട്ടോ, അത് എളുപ്പമല്ലേ? വാല് വെക്കുമ്പോൾ എന്ന സൗണ്ട് കേൾക്കുന്നത്. സൗണ്ട് കേൾക്കത്തില്ലേ? എന്ന സൗണ്ട് കേൾക്കത്തില്ലേ? അങ്ങനെ ഓർത്തുന്നത്. അരരം വാതിൽ. എന്താണ്? വാതിൽ. ഓക്കെ, അതിൽ 8 എണ്ണം അതിൽ പൊട്ടി. ഓക്കെ, ശരി. മാർക്കുകൾ പറ. 10 മാർക്ക് എഴുതിയിരിക്കുന്നു. മിടുക്കൻ മിടുക്കൻ. നിനക്ക് 8 അല്ലേ? അവിടെ ഷമീം 10, സുബിൻ 9, സുദർശന 10, രശ്മി 10, ഇവിടെ വിജിഷ 10, അപർണ 10, എത്ര? 10. നീ ഇവന്റെ പേപ്പർ ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് അറിയാൻ വയ്യ. ഓക്കെ, ഇല്ല, അത് കള്ളം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. കള്ളം കാണിക്കാൻ കൊച്ചു കുട്ടികളല്ലല്ലോ. ഓക്കെ, ശരി. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്കപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാം നന്നായി പഠിക്കുക. ബൈ, ടാറ്റ. പൊക്കോ.